ഹലോ ചങ്ങായിമാരെ, നമസ്കാരം. ഞാൻ വീണ്ടും വന്നു. തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, കള്ളങ്ങൾ പൊളിയുന്നു ബിഗ് ബോസ് സീസൺ 7. ആരുടെ കള്ളങ്ങളാണ് പൊളിഞ്ഞത്? ആദ്യമായി വരുന്നത് നമ്മുടെ രേണു സുധി. അപ്പം ചോദിക്കും, എന്ത് കള്ളങ്ങളാണ് പൊളിഞ്ഞതെന്ന്. രേണു സുധീന ഫസ്റ്റ് നമ്മുടെ സുധിച്ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിവിടെ ഞാൻ പ്ലേ ചെയ്യാം. നിങ്ങളത് കേട്ടു നോക്ക്. കണ്ടു നോക്ക്. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറ, അല്ലെങ്കിൽ ഇവര് കളിയാക്കും. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു ഇല്ല, എല്ലാം വാവക്കുട്ടം അല്ല, സോറി മാറി സുധിക്കുട്ടം പറയണ പോലെ അല്ലേ? കണ്ടല്ലോ. അപ്പം രേണു സുധി എന്ത് പഠിച്ചു എന്നാ പറഞ്ഞേ? ഏവിയേഷൻ പഠിച്ച ഒരാൾക്ക് ഫ്ലൈറ്റിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാണ്ടിരിക്കുമോ? അപ്പം നിങ്ങൾ ചോദിക്കും, എന്ത് വാടാ താനീ കുത്തിരുന്ന് പറയുന്നതെന്ന്. അതെ, ഏവിയേഷൻ പഠിച്ച ഒരാൾക്ക് ഫ്ലൈറ്റിൻ്റെ സീറ്റ് ഇപ്പം എന്നെ പോലത്തെ ഒരുത്തനാണെങ്കിൽ ചിലപ്പം എനിക്ക് കാറിൻ്റെ സീറ്റ് ബെൽറ്റ് തന്നെ ചിലപ്പോൾ ഇടാനാണ്, ചില കാറിൻ്റെ ഒന്നും എനിക്കറിയില്ല. അന്നേരമാണ് ഏവിയേഷൻ പഠിച്ച ഒരാൾക്ക് ഫ്ലൈറ്റിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല. എനിക്ക് പേടിയായി, എടാ വിമാനത്തെ കയറാൻ വേണ്ടി പേടിയായി എന്നല്ല ഞാൻ പറഞ്ഞിട്ടേന്ന്. അപ്പം നിങ്ങൾ ചോദിക്കുമോ എവിടെയാ പറഞ്ഞേന്ന്? ഇതാ കണ്ടു നോക്ക്. സത്യം ഇങ്ങോട്ട് ഫ്ലൈറ്റ് രണ്ടാമത്തെ ആ ഒരു ഏവിയേഷൻ ടൈമില് അത് പക്ഷെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ, കൂട്ടുകാരൊക്കെ. ഞാനിങ്ങനെ അയ്യോ ഭർത്താവേ ഇതങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. എന്റെ പൊന്നോ, ഞാനൊക്കെ എന്റെ ചേച്ചി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഊരാൻ അറിയത്തില്ല. ദൈവമേ, എനിക്കറിയാം. എന്റെ അടുത്തിരുന്നൊരു ഒരമ്മച്ചി ഉണ്ട്, എനിക്ക് സീറ്റ് ബെൽറ്റ് അറിയില്ല. സാധനം ഇങ്ങോട്ട് തുറക്കാൻ പറ്റും, തുറന്നിട്ട് എവിടെയാ കുത്തണ്ടെന്ന് അറിയില്ല. അവിടെ നിന്ന് വെപ്രാളം. ഞാൻ എന്റെ ചേച്ചി ഊരാതിരിക്കും, ഇങ്ങനെ ഇട്ടിട്ട് ഊരാൻ പറ്റത്തില്ല. അപ്പുറത്തിരിക്കുന്ന അമ്മച്ചി, ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, നല്ലൊരു അമ്മച്ചി. താങ്ക് യു അമ്മച്ചി, താങ്ക് യു മാം. ഇങ്ങനെ അമ്മച്ചി തന്നെ ഞാൻ ആ ബഹുമാനം കൊണ്ട് പറഞ്ഞ അമ്മച്ചി പിന്നെ ഊരി തന്ന് ഇട്ട് തന്ന്. സീറ്റ് ബെൽറ്റ് എവിടെ ഇടാൻ അറിയാവോ? എല്ലാം അറിയാവോ? തിരിച്ചു തന്നെ പോണെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുമെന്നാ ഞാൻ ആലോചിക്കും. അതാണ്. കണ്ടല്ലോ, ഇന്നത്തെ കോമഡി ഭയങ്കര കോമഡിയാന്ന വിചാരം. ഇതൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ഇവള് തള്ളി 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 ഇങ്ങനെ കേരളത്തിലെത്തിക്കുന്നതാണ്. എൻ്റെ അമ്മോ, ജാതി തള്ളായിരുന്നു ഇവള് തള്ളിയത്. ഏവിയേഷൻ പഠിച്ചിട്ട് നിൽക്കുവാന്ന്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നെല്ലാം. ദാ വന്നിട്ട ഏവിയേഷൻ പഠിച്ചോക്ക് ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ലാന്ന്. അയ്യോടാ, എന്താ ചെയ്യാ, കഷ്ടമുണ്ട് കേട്ടോ. ഒന്നും പറയുന്നില്ല. അതൊന്ന്. ഇനി രണ്ടാമത്തെ കള്ളം ബിഗ് ബോസ് കാണിച്ചു. ബിഗ് ബോസ് ഒരാളെ മൈജി ഷോറൂമിലൊക്കെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ വാങ്ങിയിട്ട് ബിഗ് ബോസിലേക്ക് കയറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിയാണോ ബിഗ് ബോസേ? അല്ല, അതിലെന്താണിപ്പോൾ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ, കോമണറെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെന്തിനാണോ ഒരു കോമണർ ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്നാ? അതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കോമണർ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ? കൊല്ലങ്ങളായിട്ട് ബിഗ് ബോസിലേക്ക് എന്നെടുക്ക് എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ചിട്ട് മൈജി ഷോറൂമിൻ്റെ മുമ്പ് കൊണ്ടുപോയിട്ട് കുറേ കോമാളിത്തരം കാണിച്ചിട്ട് ആടെ കയറിയിട്ട് എന്തൊക്കെയോ വെറുപ്പിക്കുന്ന ഒരുത്തനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടാ? ആരെ കാര്യ പറയുന്നേ? നമ്മളനീഷേ ദാണ്ട കിടക്കണേ. ഒരാൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. അനീഷ് എന്തല്ല, കോമണറൊന്നല്ല. പുള്ളി എല്ലാ കൊല്ലും ബിഗ് ബോസിലേക്ക് അപേക്ഷ അയക്കും, കിട്ടൂല. ലാസ്റ്റ് 500 റുപ്യ കയ്യിൽ വെച്ചിട്ട് അപേക്ഷേൻ്റെ ഒപ്പം വെച്ചിട്ട് കൊടുത്തു എന്നാണ് എനിക്ക് സംശയം. ഇതാ പുള്ളീനെ എടുത്തു ബിഗ് ബോസിലേക്ക്, എന്നിട്ട് കോമണറാക്കി. എന്താ ചെയ്യല്ലേ? ഇതാ കണ്ടു നോക്ക്. സീസൺ 7 കോമണറെ നമുക്ക് വിശദമായി പരിചയപ്പെടാം.
അനീഷ് തറയിൽ, അനീഷ് ടി എ എന്നാണ് നമ്മുടെ കോമണറുടെ പേര്. ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഫേസ് കാണുന്നതെന്ന് വിചാരിച്ച നമുക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള സെൽ മീ ദി ആൻസർ എന്ന ഷോയിന്റെ ഒരു പാർട്ട് കൂടിയായിരുന്നു അനീഷ് തറയിൽ. മാത്രമല്ല എനിക്ക് ചെറിയൊരു കോണ്ടാക്ട് അനീഷുമായിട്ടുണ്ടായിരുന്നു. അനീഷ് 2022 എനിക്ക് ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണേ. ഒരുപാട് പേര് ബിഗ് ബോസിലേക്ക് ട്രൈ ചെയ്തിട്ട് മെസ്സേജസും അതുപോലെ തന്നെ നമ്പർ കളക്ട് ചെയ്ത് വാട്സപ്പിലും ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു അനീഷ്. അനീഷ് തുടക്കം തൊട്ടേ പറഞ്ഞത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടണം, ബിഗ് ബോസ് ടീമുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, പ്രൊഫൈൽ അയച്ചു കൊടുക്കണമെന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഒരൊറ്റ ചാൻസ് എനിക്ക് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും മാഡം എന്നൊക്കെ പറഞ്ഞത്. അനീഷിന്റെ ആ ഇൻസ്റ്റഗ്രാമിലെ റിക്വസ്റ്റ് അക്സെപ്റ്റ് പോലും ചെയ്യാതെ, ഒരു വലിയ മെസ്സേജ് ആയിരുന്നു കേട്ടോ, ഇപ്പോഴും ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. അത് അക്സെപ്റ്റ് പോലും ചെയ്യാതെ നോക്കിയപ്പോൾ പ്രൊഫൈൽ നോക്കിയിട്ട് നേരിട്ട് ഏഷ്യാനെറ്റിലെ ആ പാനലിലേക്ക് അയച്ചു കൊടുത്തു, പ്രൊഫൈൽ അയച്ചു കൊടുത്തു. പക്ഷേ അന്ന് അൺഫോർച്ചുനേറ്റ്ലി സ്പോട്ടിൽ തന്നെ റിജക്ഷൻ ആണ് ഉണ്ടായത്. സെൽമിഡിയ അപ്പം നിങ്ങൾ പറയും എന്താ ബിഗ് ബോസ് മോഹൻലാൽ പറഞ്ഞിട്ടില്ലേ, കുറേ കൊല്ലങ്ങളായിട്ട് ബിഗ് ബോസിലേക്ക് കാത്തു കെട്ടിയിരിക്കുന്ന ഒരാളാണ്, 5 വർഷം ലീവൊക്കെ എടുത്തിട്ട് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളാണെന്നെല്ലാം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളെന്താ വിചാരിക്കുക, ഇവൻ ബിഗ് ബോസിലേക്ക് കോമണറെ എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും പോയി മൈജിന്നും ആടുന്നു നല്ല സാധനം പോയി ബിഗ് ബോസിലേക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് 5 വർഷമായി ഇരിക്കുന്നതെന്നല്ലേ നമ്മൾ വിചാരിക്കുക. അത് കള്ളല്ലേ ബിഗ് ബോസേ. ഇയാൾ കോമണറായിട്ടൊന്നല്ല അപേക്ഷ അയച്ചത്, ഇയാൾ അയച്ചത് പ്രൊഫൈൽ അയച്ചു കൊടുത്ത് ഇയാളെ 2 വട്ടം ഓഡീഷനും വിളിച്ച് എന്നിട്ടൊന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ആളെ കിട്ടുന്നൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരാളെ പിടിച്ച് കയറ്റി. ബിഗ് ബോസിൽ ആളെ കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം ബിഗ് ബോസ് അങ്ങനെയുള്ള ഒരാളെയും പിടിച്ച് കയറ്റിയിട്ടുണ്ടെന്ന്. എനിക്ക് ബിഗ് ബോസ് പോകാനേ ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യമല്ല അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനൊന്നും താല്പര്യമൊന്നുമില്ല, ഞാൻ ബിഗ് ബോസിലേക്കൊന്നും പോകില്ല, എന്നെ വിളിച്ചാലും പോകില്ല എന്ന് പറഞ്ഞ് ആളെ പിടിച്ച് കയറ്റിയിട്ട് അതിനെക്കാട്ടി നല്ലത് ലുലു മാളിൽ പോയി തുണി പോക്കുന്ന ഞാൻ നല്ല പറഞ്ഞ ആളെ പിടിച്ച് കയറ്റിയിട്ട് സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ടേ ബിഗ് ബോസ്. അപ്പോൾ ഇപ്പം ബിഗ് ബോസിലേക്ക് ആളെ കിട്ടുന്നേ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇപ്രാവശ്യം ആരാ കയറിയെന്നല്ലേ, ഇതാ കണ്ടോക്ക്. ഇയാൾക്ക് ബിഗ് ബോസിലേക്ക് കയറാനേ താല്പര്യമില്ല, അയ്യോ അരോചകം പിടിച്ച പരിപാടി എന്നെല്ലാം പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിച്ച് കയറ്റിയിട്ടുണ്ടെന്ന്. ഇതാ ഇയാള് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ്. എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ്, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല ആ ഷോ. അത് വേറൊന്നും കൊണ്ടല്ല, മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ, എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ മനുഷ്യ ജീവിതത്തിൽ സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ ബിഗ് ബോസ് ഇത് ഇങ്ങനെയുള്ള ആളെ കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ. എത്ര ബംഗാളികളുണ്ട്, നമ്മൾ തരൂലേ ബിഗ് ബോസ് നടത്തിക്കോ നിങ്ങൾ. ബംഗാളികളാകുമ്പോൾ നല്ല കൂട്ട തല്ലും കാണായിരുന്നു. ഇത് ആരും താല്പര്യമില്ലാത്തവരെല്ലാം പിടിച്ചിട്ട് ബിഗ് ബോസ് കയറ്റിയിട്ടേ എന്ത് കഷ്ടപ്പാടാ ഇത്. ഇവന്മാർ ഒന്നിനും കൊള്ളാത്ത തല്ലുകൂടുവല്ലേ ഇന്ന്, കാരണങ്ങൾ ഉണ്ടാക്കി 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 തല്ലുകൂടുക. അപ്പം ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. നമ്മ പോണേന്നിട്ടാ, പിന്നെ വീണ്ടും വരാട്ടാ. അപ്പം സുലാന്.